കേരള സർക്കാരിനെതിരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ തലക്കിട്ടടി വീണ്ടും വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടി കോടതിയിൽ നിന്നും ഗവൺമെൻറ് കിട്ടിയത്. അടി എന്ന് പറഞ്ഞാൽ പോരാ, അത് തലക്കിട്ട് കിട്ടിയ അടി തന്നെയാണെന്ന് പറയാം. അതായത് സജി ചെറിയാൻ്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം വീണ്ടും അന്വേഷിക്കണം. ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ട്, പോലീസിൻ്റെ റിപ്പോർട്ട്, സജി ചെറിയാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല, ആ തരത്തിൽ ഭരണഘടനയെ അവഹേളിച്ചിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ല പ്രസംഗിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞു. ആ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെയും റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് വീണ്ടും അന്വേഷിക്കണം, ഇത് ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ക്രൈംബ്രാഞ്ച് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉത്തരവിട്ടത് ഏറ്റവും വലിയ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അടി തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വകുപ്പിന് ഇട്ട് തലക്കിട്ട് കിട്ടിയ നല്ല അടി തന്നെയായിരുന്നു. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തല്ലുന്നത് പോലുള്ള ഒരു തല്ല് തന്നെയാണ് കിട്ടിയത്. എന്നാൽ അതിനുശേഷം വീണ്ടും കോടതി മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് രണ്ടാമത്തെ അടി കൊടുത്തു. അത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്, അതായത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിനെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ട് കേസെടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോകുന്നു. ആ കോടതി കരിങ്കൊടി പ്രയോഗം എന്ന് പറയുന്നതും കരിങ്കൊടി കാണിക്കുന്നതും ഒരു വലിയ ഗുരുതരമായ ക്രിമിനൽ കുറ്റമൊന്നുമല്ല, അതൊരു സാധാരണ ജനാധിപത്യ പ്രതിഷേധമാണ്. അങ്ങനെ ഈ കേരള ഗവൺമെൻറ് അത്തരത്തിൽ അതിനെ വലിയൊരു കുറ്റമായി കണ്ടുകൊണ്ട് കേസെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസിനെടുത്ത കേസിനെ കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായത്, എടുത്തു കളയുകയാണ് ഉണ്ടായത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ അതും ഒരു വല്ലാത്തൊരു അടി തന്നെയാണ്. ഗവൺമെൻറ് അത് 2017 കേട്ടോ. ഇപ്പോൾ ഈ ജനകീയ സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന അടിയല്ല, അതിനു മുമ്പ് 2017 പരവൂരിൽ വെച്ച്, എറണാകുളത്ത് പരവൂരിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അതിലെ പോയപ്പോൾ കരിങ്കൊടി കാണിച്ചതാണ്. ആ കരിങ്കൊടി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനങ്ങൾ ഈ കരിങ്കൊടി കാണിച്ച ആൾക്കാരെ ഇടിച്ചിടാൻ ശ്രമിക്കുകയും കമ്പുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ആ കേസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. ഇനി ആ കേസ് അവിടെ വേണ്ട. മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസ്സെതിരായിട്ട് ഗവൺമെൻറ് എടുത്ത കേസ് റദ്ദാക്കിയെന്നത് മാത്രമല്ല, മറ്റൊരു കേസ് കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് റദ്ദാക്കി. അതായത് പോലീസുകാരുടെ ഔദ്യോഗിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി, കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞൊരു കേസും കൂടി ഇവർക്കെതിരെ എടുത്തിട്ടുണ്ട്. 2 കേസ് എടുത്തിരുന്നു. ആ കേസും കോടതി റദ്ദാക്കിയാണുണ്ടായത്, ഹൈക്കോടതി റദ്ദാക്കിയാണുണ്ടായത്. ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തടുത്ത് തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് കോടതിയുടെ തല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ കേരളത്തിന് ഗവൺമെൻറ് തിരിച്ചടി, മുഖ്യമന്ത്രിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ തരത്തിലുള്ള വാർത്തകൾ കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സജി ചെറിയാൻ്റെ വിഷയം വലിയധികം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് ഉള്ള കേസ് റദ്ദാക്കിയതും. ഇനിയും യൂത്ത് കോൺഗ്രസ്സിനായിട്ടുള്ള കേസുകൾ നിരവധിയുണ്ട്. ഈ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തത്, ഇങ്ങനെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ പണ്ട് SFIയും DYFIയും ഒക്കെ നടത്തിയ സമരങ്ങൾ എന്തുമാത്രമുണ്ട് എന്നതും, അവർ വാഹനങ്ങൾ കത്തിച്ചത് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. ആ കേസെല്ലാം ഒരുപക്ഷെ വാഹനങ്ങൾ കത്തിച്ചത് വെറും കരിങ്കൊടി കാണിച്ചു എന്നുള്ളതാണ്. മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി കാണിച്ചതിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ്. അതാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ നടപടികളും അതിനുശേഷം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇന്ന് കോടതി പറഞ്ഞു. അതായത് ഹർത്താലിനെതിരായിട്ട് ശക്തമായ ഒരു വിയോജിപ്പാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് വീണ്ടും ഒരു അടി തന്നെയാണ് കിട്ടിയത്. അതായത് വയനാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് UDFും LDFും കൂടെ ചേർന്ന്, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് അവിടെ ഹർത്താൽ നടത്തി. ആ ഹർത്താൽ അനാവശ്യമാണ്, വളരെ മോശമാണ്. ഹർത്താൽ നടത്തില്ല എന്ന് പറഞ്ഞ UDF ഹർത്താൽ നടത്തി, ഗവൺമെൻറ് തന്നെ ഹർത്താൽ നടത്തി. ജനങ്ങളെ ബന്ദിയാക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലിരിക്കുന്നത്. ജനങ്ങളെ ബന്ദിയാക്കുന്ന ഒരു ഗവൺമെൻറ് എന്തോന്ന് ഗവൺമെൻറ്റാണ് എന്ന് ചോദിച്ചുകൊണ്ട് അതും ഗവൺമെൻറ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഈ കോടതി നടത്തിയത്. തീർച്ചയായിട്ടും അത്തരത്തിൽ നിരന്തരം കോടതി ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതും എതിരായിട്ട് വിധി പ്രഖ്യാപിക്കുന്നതും നടപടിയെടുക്കുന്നതും ഗവൺമെൻറ് എടുക്കുന്ന നടപടികളെ റദ്ദാക്കുകയും ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങളാണ്. ഒരു ക്യാബിനറ്റ് മന്ത്രിക്കെതിരായിട്ട് അന്വേഷണം വീണ്ടും നടത്തണം എന്ന് പറയുമ്പോൾ ഈ ക്യാബിനറ്റിനെതിരായിട്ടും ഈ ആഭ്യന്തര വകുപ്പിനുമെതിരായിട്ടും ഗവൺമെൻറ് എടുത്ത അവിശ്വാസം തന്നെയാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദിവസവും
ഈ ഗവൺമെൻറ്റിന് കോടതിയുടെ അടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. കിട്ടിയിട്ടെന്ത്? ഒരു പ്രയോജനമില്ല.